എന്തൊക്കെ ചെയ്ത് സ്പെഷ്യൽ സ്ക്വിഡോ ഞങ്ങൾ സ്ക്വിഡ് ഉണ്ടാക്കാൻ പോവാ. ബിഗ് സ്ക്വിഡാ. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് കണ്ടോ? കളാവോ? എല്ലാം കഴിച്ചിട്ടുണ്ടോ സ്ക്വിഡ്? ഇല്ല. നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്മോൾ കഴിച്ചിട്ടുള്ളത്. എല്ലാം ഇഷ്ടമല്ല, എല്ലാം കഴിക്കത്തില്ല. എല്ലാം സീ ഫുഡ് ഇഷ്ടമല്ല. സീ ഫുഡ് ഇഷ്ടമല്ല, മീറ്റ് ഇഷ്ടമല്ല. സാൽമൺ സീ ഫുഡ് അല്ല. പ്രോൺസ്, ഓയിസ്റ്റർ, ക്രാബ് ഇത്. പിന്നെ നീ ഇതുവരെ കഴിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. അതെന്ത് ചെയ്യും? അതിന്റെ ആ റിങ്സ് ഒക്കെ എടുത്തോണ്ട് പോവാ. ഇത് കണ്ടുകഴിഞ്ഞാൽ ഒക്ടോപസ് പോലെ ഇരിക്കുന്നില്ലേ? ഇത് എന്താ സ്ക്വിഡാന്ന് തോന്നി. വലിയ സ്ക്വിഡ് ആയത്. ഓക്കെ, അത് കട്ട് ചെയ്യട്ടെ. മാറിക്കേ, രണ്ടുപേരും മാറിക്കേ. ഒരു മിനിറ്റ് മാറിക്കേ. ഞാൻ ക്ലീൻ ചെയ്തിട്ട് വിളിക്കാം എല്ലാരെയും. ഇറങ്ങിക്കോ. വേണ്ട, എൽവി മാറും. അമ്മ ക്ലീൻ ചെയ്തിട്ട് വിളിക്കും. അതിന് ബാക്കി ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് ഒണിയനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനും പിന്നെ മമ്മി പറയുന്നതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് എവിടം വരെ ആയി? ഇത് എന്ത് കാണിക്കുന്നത് ഇത്? യോ, അതിട്ട് നശിപ്പിക്കുക. അതിട്ട് മമ്മിയുടെ കുറെ അവിടെ എങ്ങാനും വെള്ളം വീണാലോ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇതെന്ത് റോസ്റ്റാണോ ഉണ്ടാക്കുന്നത്? അത് എന്ത് മറ്റേ എന്ത് ടൈപ്പ് ഉണ്ടാക്കുന്നത്? സ്ക്വിഡ് റോസ്റ്റോ? വേണ്ട, ഫ്രൈ വേണ്ട. എനിക്ക് സ്ക്വിഡ് റോസ്റ്റ് മതി. അതാ ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ. അതാ സൂപ്പർ. റോസ്റ്റ് ഏറ്റവും നല്ല റോസ്റ്റാ. സ്ക്വിഡ് വെക്കുമ്പോ റോസ്റ്റ് ആകും. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചു നോക്കണം. ബട്ട് ഇന്ന് ട്രൈ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന്. ആ പറ. ചിക്കന്റെ ഗ്രേവി മൊത്തം കഴിക്കണം. എനിക്കതിഷ്ടല്ല. വേണ്ട, ആ ഗ്രേവി പോലല്ലല്ലോ ഇത്. നമ്മുടെ ഇത് എന്താ കേരള സ്റ്റൈലുള്ള ഒരു ഞാനാണെങ്കിൽ അത് കഴിക്കും, പപ്പ ഇത് കഴിക്കും. ഞാൻ ഓർഡർ ചെയ്ത് ഓളമില്ലാതെ ഇപ്പോഴേ സ്ക്വിഡ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. ഈ ഉള്ളിയുടെ ഈ പാട്ട് കട്ട് ചെയ്യാതെ ഉള്ളി നമ്മൾ അരിയുകയാണെങ്കിൽ കണ്ണ് നേരത്തില്ല. എന്നെ കണ്ണ് നേരുന്നുണ്ട്. ഉള്ളി വേറെ രീതിയിലും കട്ട് ചെയ്യാറ് അറിയാ? ഞാൻ കാണിച്ചു തരാം. ബാ, ഞാൻ കട്ട് ചെയ്തരാം. മാറ്. ഒരു സെക്കൻഡ് ഞാൻ കട്ട് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഞങ്ങള് ഷെഫുമാര് ഹോട്ടലിലൊക്കെ നല്ല വലിയ വലിയ ഹോട്ടലിലൊക്കെ കട്ട് ചെയ്തില്ലേ? അത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. മാറ്. അതാണ് ഇത് കട്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് പിന്നെ കണ്ടോ നല്ല രീതിയിൽ സ്മോൾ പീസസ് ആയിട്ട് ചെറിയ 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 പീസസ് ആയിട്ട്. അത് ഓൾറെഡി മരിച്ചു പോയത്. അതിനെ പിന്നെ ഇനി കൊല്ലുക. എന്നാ പിന്നെ ആ ഉള്ളിയും കൂടെ അങ്ങ് അരിഞ്ഞേക്ക് ആ സ്റ്റൈലിൽ തന്നെ. എങ്ങനെ? ഈ പിള്ളേർ ഇതിനെ കട്ട് ചെയ്തതിന് എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. അതിന്റെ കോലമേ മാറിപ്പോയി. സ്ക്വിഡാന്ന് പറയത്തില്ല ഇപ്പൊ.
മറ്റേ ഞാനിത് ഫസ്റ്റ് ടൈം ഈ ഇത്രയും വലിയ കഴിക്കുന്നത്. നമ്മൾ നേരത്തെ കഴിക്കുള്ള കുറച്ച് ഇത് ടേസ്റ്റ് ഉണ്ടോ ഇത്? മതിയുടെ ഈ കടുവ് പൊട്ടി ഇനി എന്ത് അടുത്ത് ഉള്ളിയോ? സമയമായിട്ടോ ഇനി ഇത് ഉണ്ടാക്കി ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാന്. 30 മിനിറ്റ്സ് കൂടെ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകാൻ സമയം. ഇത് എത്രാമത്തെ ഷിഫ്റ്റ് ആയിരുന്നു? സെക്കൻഡ് ഷിഫ്റ്റ്. ഇനി എത്രണ്ണം കിടക്കുന്ന? 5 എണ്ണോട്. നാട്ടിലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടല്ലേ. അത് ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഇട്ടാൽ മതിയായിരുന്നു. ഇഞ്ചിയായിട്ട് എന്തൊരു ഇതായിരുന്നു. ഇവിടെ ഈ പച്ചമുളകില്ലേ ഇത് ഫ്രോസൺ. ഇത് നമ്മള് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയി വാങ്ങിച്ചില്ലേ? ഇതാണ് പ്രവാസികളുടെ ഒരു അവസ്ഥയല്ല, എല്ലാം ഫ്രോസൺ. പിന്നെ കപ്പയും മീൻകറി ഒരു കഴിയോട്ട് ഫ്രോസൺ ആയിരുന്നു. നാട്ടിലുള്ളവർക്ക് അടിപൊളി. എങ്ങനെയുണ്ട് ഡ്യൂട്ടിയൊക്കെ? ഹാപ്പിയാണോ? ഡ്യൂട്ടിയൊക്കെ ഹാപ്പിയാ. പിന്നെന്താണ് പറയാ? എന്താ പറ വിശേഷങ്ങള്, ഡ്യൂട്ടിയിലെ കാര്യങ്ങളൊക്കെ പറയാം. ഡ്യൂട്ടിയിലെ ഒരു വിശേഷം പറയാം. കുറേ വിശേഷങ്ങൾ വരും. ഇതിൽ ഒരു വിശേഷം പറയാം. അപ്പം നമ്മളോട് ഹാൻഡ് ഓവർ ഒക്കെ തരത്തില്ലേ? അപ്പം അവര് ഹാൻഡ് ഓവർ വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഫിഷിനെ ബ്രോട്ടീൻ ബൈ ആംബോസ് എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും എന്തോ ഈ ആംബോസ് ഏതോ പാരാമെഡിക് സ്റ്റാഫിന്റെ പേരാന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. ഈ ഇടയ്ക്കാണ് മനസ്സിലായത് ഓസ്ട്രേലിയൻസ് അവരുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പൊതുവേ ഉള്ള ടോക്കാണ് അവർ ആംബുലൻസിനെയാണ് ആംബോസ്. അവരെല്ലാം എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് കാര്യം പറഞ്ഞാല് ഷോർട്ടായിട്ടോ വലിയതെല്ലാവരും ഷോർട്ടായിട്ടാ ഞാൻ വിചാരിക്കുന്നത് ആംബോസ്. എല്ലാ പ്രാവശ്യം ഈ ആംബോസ് തന്നെയാണ് ഈ പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായത് ആംബോസ് എന്ന് പറയുന്നത് അവർ ആംബുലൻസിലെയാണ്. ഇത് ഇടയ്ക്ക് നോക്കിയാൽ മതി, ഞാൻ പോയി ക്ലീൻ ചെയ്യാം ആ ടൈം. അത് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്താണ് ഈ മഷിത്തണ്ടെന്ന് പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ ഉള്ളൊരു മഷിത്തണ്ട് ഇതാണോ? ഇതാണോ? ഞാൻ കണ്ടില്ലല്ലോ മഷിത്തണ്ട്. മോഡേൺ ഇതൊന്നും മഷിത്തണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ. മഷിത്തണ്ടെന്നല്ല പറയുന്ന, മഷിയോ എന്തോ ഒന്ന്. ഞാൻ പക്ഷെ ഇതിനാ ബോണും ഇല്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ? അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് എടുത്തില്ലേ ഉള്ളിന്ന്? വേണ്ടേ ബോണ്? ഒരു ബോണുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിലും വലുതാതില്ല ചെറുതിനകത്തുള്ളത്. ഇത് ചെറുത് പോണല്ലോ. ഇത് വലുതിനകത്ത് മറ്റേ ചെറിയ ടൈപ്പ് ഇല്ലയോ അതിനകത്ത്. ഇതിന് വലിയ പോണാതില്ല. ഇതെന്ത് ഇത്രേ ഉള്ളൂ? ചെറിയ പോണാത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതേണ്ട ഇവിടെ ഒരു ബോൺ ഇരിപ്പുണ്ട്. ഇനിയും കാണുമായിരിക്കും, ക്യാമറയില്ല. കണ്ടോ? കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ ഇത്? ലാസ്റ്റ് പാർട്ട് വലിയത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു കൊറേ കാണും. ഇത് ഇത്രേ ഉള്ള കട്ട് ചെയ്തിട്ട്.
അങ്ങനെ നമ്മുടെ സ്ക്വിഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇനി അടച്ചു വെക്കുവാന്നോ? ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ മതി അല്ലേ? സ്ക്വിഡിന് ഒത്തിരി എനിക്കൊന്ന് വേവ് വേണ്ട, പെട്ടെന്ന് വെന്തോളൂ അല്ലേ? എനിക്ക് സീ ഫുഡ് എല്ലാം അങ്ങനെ തോന്നുന്നു. അപ്പൊ ഇനി അടച്ചു വെച്ച് അടിപൊളി. എന്തോ ആയി നമ്മുടെ സ്ക്വിഡ് എവിടം വരെ ആയി? ആയോ? കുറച്ച് വെള്ളം ഇറങ്ങും. അതിനെ അടച്ചു വെക്കണ്ട, അതിനി തുറന്നു വെച്ച് കുറച്ച് ഇതാക്കണം. അല്ല റോസ്റ്റ് ഇപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ടല്ലേ? എന്നാ പിന്നെ കുറച്ചു നേരം തുറന്നു വെച്ചിട്ട് ചെറിയൊരു തീയിൽ വെച്ചാൽ മതി. മല്ലിയില ഇട്ടു. മല്ലിയില ലാസ്റ്റ് ഇട്ടാ പോരെ? സമയമാകുന്നു, ഡ്യൂട്ടിക്ക് പോണം. ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സ് ഇട്ടാ മതി. ആ മല്ലിയിലയുടെ എല്ലാത്തിൻ്റെ നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നു. എന്നാ ബാ, നീ ചപ്പാത്തി ഇതിലൂടെ ചപ്പാത്തിയാണോ? ചപ്പാത്തി നീ കൊണ്ടുവരണം. ഓക്കെ എന്നാ. ഇത് ഓണത്തിന് കഴിച്ചില്ലേ പച്ചടി, അപ്പൊ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെപ്പോ ഉണ്ടാക്കി നീ? അപ്പൊ ഞാൻ അതിന്റെ ടേസ്റ്റ് പിന്നെ കഴിക്കാൻ വേണ്ടി എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പറായിരുന്നു, പക്ഷെ ഇതിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മളാ ഉണ്ടാക്കിയില്ല പുളിയിഞ്ചി. ആ പുളിയിഞ്ചി ഒരു ദിവസം ഉണ്ടാക്കണേ. ഇച്ചിരി ഇഞ്ചിക്കറി, ബ്രോക്കോളി അല്ല ബ്രോക്കോളി നമ്മൾ ഭാഗങ്ങളാ, നമുക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അയ്യോ ഇനി അവിയലും കൂടെ ഉണ്ട്. ഇനി അതുകൊണ്ട് അപ്പൊ എന്തൊക്കെയാ? അവിയൽ, സ്ക്വിഡ്, ബ്രോക്കലി, ഇഞ്ചിക്കറി, ബീറ്റ്റൂട്ട് പച്ചടി. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡ്. അവിയൽ, പച്ചടി, ബീട്രൂട്ട് പച്ചടി, ഇത് ഇഞ്ചിക്കറി, ബ്രൊക്കോളി, ഇന്നലെ വാങ്ങിച്ച KFC, പിന്നെ നമ്മുടെ സ്ക്വിഡ് KFCക്കകത്ത് മുങ്ങിപ്പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.